മായ്ക്കാത്ത മുറിവുകളും ചരിത്രം കുറിച്ച പോരാട്ട വീര്യവും ഇഴചേർന്ന മണ്ണാണ് മലപ്പുറത്തിൻ്റേത്. ഈ മണ്ണിലെ ഓരോ മൺതരിക്കും പറയാൻ ഓരോ കഥയുണ്ട്. ആ കഥ തുടങ്ങുന്നത് ഒരു നൂറ്റാണ്ട് മുൻപാണ്. കൃത്യമായി പറഞ്ഞാൽ 920കളിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ അധികാരഗർവിനോടും ജന്മിത്തത്തിൻ്റെ അടിച്ചമർത്തലുകളോടും പൊരുതി നിന്ന ഏറനാടിൻ്റെ സിരകളിലെന്ന് ആവേശം തിരതല്ലുകയായിരുന്നു. 921 ആ കറുത്ത നാളുകളിൽ സ്വാതന്ത്ര്യദാഹവും അതിജീവനത്തിനായുള്ള പോരാട്ടവും ഇവിടെ അഗ്നിയായി പടർന്നു. വീടുകൾ കത്തിയമർന്നു, കുടുംബങ്ങൾ ചിതറിക്കപ്പെട്ടു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ അലയൊലികൾ ഗ്രാമാന്തരങ്ങളെ പിടിച്ചു കുലുക്കിയപ്പോൾ മലപ്പുറത്തിൻ്റെ മണ്ണ് രക്തസാക്ഷികളുടെ ചുടുരക്തത്താൽ നനഞ്ഞു. അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിൻ്റെ ആ തീച്ചുളയിൽ കത്തിയമർന്നത് ആയിരക്കണക്കിന് സ്വപ്നങ്ങളായിരുന്നു. എന്നാൽ തൊക്കിൻ കുഴലുകൾ നിശബ്ദമായപ്പോൾ മലപ്പുറം ഉണർന്നത് പട്ടിണിയുടെയും കഷ്ടപ്പാടിൻ്റെയും കഠിനമായ യാഥാർത്ഥ്യങ്ങളിലേക്കായിരുന്നു. സമരത്തിന് ശേഷമുള്ള നാളുകൾ ശൂന്യമായിരുന്നു. ഉറ്റവർ നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, തകർന്നടിഞ്ഞ വീടുകൾ. മലപ്പുറത്തിൻ്റെ ഗ്രാമവീഥികളിൽ അന്ന് ദാരിദ്ര്യം താണ്ഡവമാടി. വിശപ്പടക്കാൻ പാടുപെടുന്ന ഒരു ജനതക്കന്ന് അതിജീവനമായിരുന്നു ഏക ലക്ഷ്യം. ആ കഠിന കാലത്ത് അക്ഷരങ്ങൾ ആർക്കും അപ്രാപ്യമായിരുന്നു. തലമുറകൾ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. അന്നത്തെ വീടുകളിൽ വിളക്കുകൾ കത്തിയിരുന്നത് വായനശാലകളിലായിരുന്നില്ല, മറിച്ച് കഠിനമായ അധ്വാനത്തിൻ്റെ വിയർപ്പുകണങ്ങളിലായിരുന്നു. വിദ്യാഭ്യാസത്തെക്കാൾ വലുത് അന്നന്നത്തെ ഭക്ഷണമാണെന്ന അവസ്ഥയിലേക്ക് സാമൂഹിക സാഹചര്യം ഈ ജനതയെ തള്ളിവിട്ടു. അന്ധവിശ്വാസങ്ങളുടെയും വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥയുടെയും പരപ്പിൽ ഒരു തലമുറ മുഴുവൻ അക്ഷരജ്ഞാനമില്ലാതെ ഉയർന്നു. ആയിരുളറിഞ്ഞ കാലത്തെ ഭേദിച്ചുകൊണ്ടാണ് ഒരു ജനതയുടെ സ്വപ്നമായി ഈ ഓത്തുപള്ളി പിറവിയെടുക്കുന്നത്. മണ്ണിൽ പണിയെടുത്തും കഷ്ടപ്പെട്ടും അവർ തങ്ങളുടെ മക്കൾക്കായി ഈ അക്ഷരമുറ്റം പടുത്തുയർത്തി. ഇന്ന് നാം നിൽക്കുന്ന ഈ വിദ്യാലയമുറ്റം കേവലം കെട്ടിടങ്ങളല്ല, അത് പോരാട്ടത്തിൻ്റെ ബാക്കി പത്രമാണ്. സാമൂഹിക നവോത്ഥാനത്തിൻ്റെ അടയാളപ്പെടുത്തലാണ്. ദാരിദ്ര്യത്തിനു മേൽ അറിവ് നേടിയ സുന്ദരമായ വിജയമാണ്. പച്ചതിമേൽ പതിയുമ്പോൾ പക്ഷികളുടെ മധുരഗാനം കേട്ടുണരുന്ന നാട് മലപ്പുറത്തിന്റെ മണ്ണിൽ പ്രകൃതിയുടെ സ്നേഹത്തിലും സംസ്കാരത്തിന്റെ താളത്തിലും വളർന്നു നിൽക്കുന്ന സുന്ദരമായ നാട്. പച്ചപ്പിന്റെ പുതപ്പണിഞ്ഞ കുന്നിൻ ചെരുവുകളും കുളിർക്കാറ്റും ഒഴുകുന്ന കടലുടെയും മറ്റമൊത്തൊരു ഊര് പിന്നീട് മറ്റത്തൂരായി എന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മറ്റം എന്നാൽ മേച്ചിൽപ്പുറം എന്നാണ് അർത്ഥമത്രേ. ധാരാളം മേച്ചിൽ സ്ഥലമുള്ള ഊര്. അങ്ങനെ പതിയെ മറ്റത്തൂരായി. ഇത് നമ്മുടെ മറ്റത്തൂർ. കാലം അതിൻ്റെ ചുവടുകൾ മാറ്റിവെച്ചപ്പോൾ ഈ നാട് ഒരുപാട് മാറിയിട്ടുണ്ടാകാം. പക്ഷേ ഒരു നൂറ്റാണ്ടിനപ്പുറവും മാറാത്ത ഒന്നായി നമ്മുടെ നാടിൻ്റെ നെറുകയിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു അക്ഷരമുറ്റമുണ്ട്. ഒരു നൂറ്റാണ്ട് മുമ്പ് ലോകം അറിവിനായി ദാഹിച്ചു നിന്ന ഒരു കാലത്ത് വരും തലമുറയുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ പടുത്തുയർത്തിയതാണിത്. എത്രയോ പാദമുദ്രകൾ ഇവിടെ പതിഞ്ഞുപോയി, എത്രയോ സ്വപ്നങ്ങൾ ഇവിടെ മുളച്ചു പൊങ്ങി. വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം ഗ്രാമീണ ജീവിതത്തിലേക്ക് പതുക്കെ കടന്നു വന്ന കാലം. മറ്റൊരു അംശം ദേശത്ത് വിജ്ഞാനത്തിന്റെ വിത്ത് നട്ടുവളർത്താൻ ഒരു വിദ്യാലയം പിറവിയെടുക്കുന്നു. ഈ മണ്ണ് ഇന്നത്തെ പോലെ വഴികളാലും പാലങ്ങളാലും സമൃദ്ധമായിരുന്നില്ല. എന്നാൽ ഈ മണ്ണിന് ഒരു സ്വപ്നമുണ്ടായിരുന്നു. അന്ധകാരത്തിലേക്ക് ഒരു ചെറു വിളക്ക് തെളിയിക്കുക എന്ന സ്വപ്നം. വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം. മറ്റൊരാംശം ദേശത്ത് 3 വിദ്യാലയങ്ങൾ. ഓത്തുപള്ളികളുടെ ചുവരുകൾക്കിടയിൽ അക്ഷരങ്ങൾ ആദ്യമായി ശ്വാസമെടുത്ത കാലം. 1926 മറ്റത്തൂർ പ്രദേശത്ത് 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലനിന്നിരുന്നു. ചെകമ്പള്ളി അബ്ദുള്ള കുട്ടി മുസ്ലിയാർ മറ്റത്തൂർ അങ്ങാടിയിലും മൂലപ്പറമ്പിലും നടത്തിവന്ന 2 ഓത്തുപള്ളികൾ. ബ്രിട്ടീഷ് സർക്കാർ നേരത്തെ നടത്തിവന്ന മുൻകാട്ടിലെ വനിതാ സ്കൂളായിരുന്നു അവ. കാലക്രമേണ വനിതാ സ്കൂൾ ഇല്ലാതായി. മറ്റത്തൂർ അങ്ങാടിയിലെ ഒത്തുപള്ളി പിന്നീട് മറ്റത്തൂർ നോർത്ത് എഎംഎൽ സ്കൂളായി മാറി.
മൂലപ്പറമ്പിലെ ഓത്തുപള്ളി പിന്നീട് നമ്മുടെ വിദ്യാലയവുമായി വളർന്നത്. രാവിലെ 8 മണി ഓത്തുപള്ളിയിൽ പ്രാർത്ഥനകളോടൊപ്പം വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കം. ഉച്ചയ്ക്ക് ശേഷം മലയാളവും ഗണിതവും. അക്ഷരങ്ങൾ കുട്ടികളുടെ ജീവിതത്തിലേക്ക് വഴി തേടിയെത്തിയ നിമിഷങ്ങൾ. കോട്ടക്കലിലെ അധ്യാപക യോഗങ്ങളിലേക്ക് കിലോമീറ്ററുകൾ നടന്നുപോയ ആ മനുഷ്യർ അവർ പഠിപ്പിച്ചത് വാക്കുകൾ മാത്രമല്ല, ജീവിതവുമായിരുന്നു. അബ്ദുള്ള കുട്ടി മുസ്ലിയാർക്ക് പുറമെ മാതപ്പുഴൻ, കുഞ്ഞമ്മദ് മുസ്ലിയാർ, ഇറേസൻ ഖാദർ, ചെങ്ങമ്പള്ളി, കുഞ്ഞാലിസൻ കുട്ടി, ബാക്കിത്ത് മൊയ്തീൻ എന്നിവരും ഓത്തുപള്ളിയിൽ അധ്യാപകരെ ഉണ്ടായിരുന്നു. ഇത് ഇറേസൻ ഖാദർ സാറിന് മാത്രമേ ശമ്പളം കിട്ടിയിരുന്നുള്ളൂ. വിദ്യാഭ്യാസ തൽപരരായ മറ്റു അധ്യാപകർക്ക് നാട്ടുകാർ ഭക്ഷണം നൽകി. അബ്ദുള്ള കുട്ടി മുസ്ലിയാരോടൊപ്പം നിന്ന വിദ്യാഭ്യാസത്തിൻ്റെ മഹാത്മാക്കൾ. അവരുടെ വിശ്വാസമാണ് ഈ വിദ്യാലയത്തിൻ്റെ അടിത്തറ. വിദ്യാഭ്യാസത്തോടുള്ള ആദരം അത്രമേൽ ശക്തമായിരുന്നു. മൂലപ്പറമ്പിലെ ഓത്തുപള്ളി അബ്ദുള്ള കുട്ടി മുസ്ലിയാർ കോലങ്കടവത്ത് പരി കുഞ്ഞു മുഹമ്മദ് ഹാജിക്ക് വിൽപ്പന നടത്തി. അവരിൽ നിന്നും മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് അംഗമായ കടമ്പോട്ട് ചേക്കുട്ടി സാഹിബ് ഈ സ്ഥാപനം വാങ്ങി മറ്റത്തൂരിൽ സ്ഥാപിച്ചു. അന്നത് മാപ്പിള എലിമെന്ററി സ്കൂൾ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. 1956 UP വിഭാഗമായി ഉയർത്തി. 1969 സ്ഥിരമായി അംഗീകാരം ലഭിച്ച് ഇതൊരു പൂർണ്ണ UP സ്കൂളായി മാറി. വെല്ലുവിളികളും മുന്നേറ്റങ്ങളും. 90കളിലെ ഗ്രാമീണ സാഹചര്യത്തിൽ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം ലഭിക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ സ്കൂൾ കടന്നുപോയത്. പാലങ്ങളും പ്രധാന റോഡുകളും ഇല്ലാതിരുന്ന കാലത്ത് അധ്യാപകരും വിദ്യാർത്ഥികളും സ്കൂളിന് പിന്നിലെ പുഴ വഴി തോണിയിലായിരുന്നു എത്തിച്ചേർന്നത്. യൂണിഫോമോ അസംബ്ലിയോ ഗതാഗത സൗകര്യങ്ങളോ ഇല്ലാതിരുന്ന വളരെ പ്രാകൃതമായ അന്തരീക്ഷം. എന്നാൽ പരിഹാസങ്ങൾ അവഗണിച്ച് അധ്യാപകർ അക്ഷീണം പരിശ്രമിച്ചു. വിദ്യാഭ്യാസത്തിന്റെ മൂല്യം നാട്ടുകാരിൽ ബോധ്യപ്പെടുത്തി. നമ്മുടെ വിദ്യാലയം 100 വർഷം പിന്നിടുകയാണ്. ഈ അവസരത്തിൽ സ്കൂളിലെ ഏറ്റവും പ്രായം ചെന്ന പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങളുടെ ഓർമ്മകൾ ഞങ്ങളുമായി പങ്കുവെക്കാമോ? എന്റെ ഓർമ്മകളൊക്കെ പറഞ്ഞുതരാം. ഇവിടെ പഴയ കാലത്ത് എന്റെ നേതാവ് അവിടെ അറിയാം, ചേക്കുട്ടി സാഹിബാണ്. ചേക്കുട്ടി സാഹിബ് പറഞ്ഞാൽ പൈസൽമാറ്റ വല്യപ്പ, ഇമ്മാന്റെ വാപ്പ. പൈസൽമാറ്റ ഇമ്മാന്റെ വാപ്പയാണ് ഇത് സ്ഥാപിച്ചത് ഇവിടെ. ചേക്കുട്ടി സാഹിബ് അവിടെ സ്കൂളിൽ കാണും ഫോട്ടോ അയാൾ. അതിൽ 5 ക്ലാസ് ഇല്ലേ ആ സ്കൂളിൽ. അതിൽ ആദ്യം പഠിപ്പിച്ചിട്ടുണ്ട്, 1ാം ക്ലാസ് പഠിപ്പിച്ചിട്ടുണ്ട്. പുകാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, മെയ്തി മൂല്യർ പറയും. അയാൾ ഇവിടെ വന്ന് മദർസ കൊണ്ട് അയാൾക്ക് ഒരു 1ാം ക്ലാസ് സ്കൂളുണ്ട്. അത് കഴിഞ്ഞിട്ട് അയാൾ വൈകുന്നേരം പോകും. പിന്നെ 2ാം ക്ലാസ് പഠിപ്പിച്ചിട്ടുണ്ട് കമ്മ മാസ്റ്റർ. അയാൾ ഇത് കഴിഞ്ഞിട്ട് അയാൾക്ക് അന്ന് വൈകുന്നേരം പോസ്റ്റ് ഓഫീസിൽ പണിയുന്നു. അത് കഴിഞ്ഞിട്ട് അതിനാണ്ടു. 3ാമതായിട്ട് പിന്നെ ഇവിടെ പന്നിൻ്റെ പരമേശ്വരൻ നായരാണ്. അതിൽ ബാബമാസ്റ്ററാണ് ഒരാളുടെ അത്തിക്കോട്ട്. അയാൾ 3ാമത്തെ ആളാണ്. 4ാമത്തെ ആള് പരമേശ്വരൻ നായരാണ്. ഇപ്പൊ ഈ ഇവിടെ ഇടമാസ്റ്റർ കുടുംബക്കാർ ഊരെത്തുന്നു. പരമേശ്വരൻ നായർ ആൾ ഇന്നെ പഠിപ്പിച്ചു കൊണ്ട് 4 തന്നെയാണ്. 5 പഠിപ്പിച്ചതിൻ്റെ പൂളക്കണ്ണി കുഞ്ഞിമേരി കുട്ടി മാസ്റ്റർ. അത് 5 ക്ലാസ്സിൽ അതാണ് പഠിപ്പിച്ചത്. അതെല്ലാം കേൾക്കണ്ടേ? അതിൽ അന്ന് ഞങ്ങളൊക്കെ കള്ളത്തരം കാട്ടിയിരുന്നു. ഞങ്ങളാരും വരൂല. എന്നാൽ ഈ പരമേശ്വരന്മാർ ഞങ്ങളെ പിടിച്ചോണ്ടു. പരീക്ഷക്കാരൻ വരുമ്പോൾ എങ്ങനെ പിടിച്ചോണ്ടു? ഞങ്ങൾ വികൃതി കാട്ടി നടക്കുകയാണെങ്കിൽ സ്കൂൾക്കൊന്നും വരൂല. എപ്പോഴേലൊക്കെ വരും, തിന്നാനും കുറിച്ചൊന്നും അതുണ്ടാവില്ല. അങ്ങനെ നടക്കും. അങ്ങനെ ഒരു ദിവസം ഇവിടെ ഓഫീസർ വരേണ്ടതെന്ന് പറഞ്ഞപ്പോൾ പരമേശ്വരൻ നായരും 2 കുട്ടികളും കൂടി ഒപ്പം ഞങ്ങൾ തിരഞ്ഞിറങ്ങി. ഞങ്ങൾ 4-5 ആളുണ്ട്. തിരഞ്ഞിറങ്ങി എന്നെല്ലാം വന്നപ്പോൾ ഞങ്ങൾ കണ്ടു, ഒയ്യിൽ മണമെന്ന് കണ്ടു. പിടിച്ചോളന്നു പറഞ്ഞു, നിങ്ങൾ എന്തായാലും ഇന്ന് സ്കൂളിൽ കയറണം, ഓഫീസർ വരികയാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് പഴിച്ചിട്ട് വെച്ചാൽ ഞങ്ങളതാ വരാത്തുകാർ. അപ്പോൾ അവിടെ ഒരു കടയിൽ കടന്ന് കണ്ട്, ഒരു പിടി കടന്ന് കണ്ട് അവിടെ ഒരു ബാക്ക തൂങ്ങുന്നുണ്ട്. ആ വീടേക്കാരൻ്റെ പറഞ്ഞു, ഇവർക്ക് വേണ്ടത് പഴിച്ചിടീന് കൊടുക്കുക, പൈസ ഞാൻ തരാം. അയാൾ ആ പൈസ കൊടുത്തു. ഞങ്ങൾ ചായ കുടിച്ച് ഞങ്ങൾ സ്കൂൾ വിട്ടുപോകും. പരീക്ഷക്കാരൻ വന്ന് രണ്ടടുത്ത് കണ്ട് പരീക്ഷക്കാരൻ പോയി, ഞങ്ങളും പോയി. അതാ സംഭവം. അന്നൊക്കെ അങ്ങനെയല്ല ഇവിടെ. 5 ക്ലാസ് കൊണ്ട് 5 മാസ്റ്റർമാരുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ചോറ് ഒലിക്ക് കൊണ്ടല്ല അന്ന്. ആ തോണി കാണുന്നിട്ടാണ് അക്കനിക്കർക്ക് വലിയ കുട്ടികൾ കുറവാണ്. അവിടെ കോട്ടയ സ്കൂളുണ്ട്. അപ്പോൾ ഓല അവിടെ കൂടും. ഇവിടെയുള്ള കുട്ടികൾക്ക് മാത്രമേ ഇവിടെ കാണും. ഇപ്പം ഈ പാലം വന്നതിൻ്റെ ആശയാണ് ഈ കുട്ടികളൊക്കെ ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് പോകാനൊക്കെ ഉണ്ട് വെച്ചില്ല. അപ്പോൾ അന്നത്തെ ഹെഡ്മാസ്റ്റർ പൂളക്കണ്ണി കുഞ്ഞിമേരി കുട്ടി മാസ്റ്റർ കാര്യമായിട്ട് ചോറ് വെച്ച് കണ്ടീൻ്റെ തന്നെ ചെകുട്ടി ചായയുടെ വീട്ടിൽ അയാൾ പെരേക്ക് പോകില്ല. അയാൾ മൈലപ്പുറത്തുള്ള. ഇന്നിപ്പോൾ ഒരു ക്ലാസ്സിന് 1ാം ക്ലാസ്സിന് എത്ര മാസ്റ്റർമാരുടെ ഇവിടെ
അന്ന് 1ാം ക്ലാസ്സിൽ ആ ഒരു വലിമൂലയിൽ 2ാം ക്ലാസ്സിൽ കമ്പോസ്റ്റ് അയാളെ 3ാം ക്ലാസ്സിൽ മാവാച്ച അയാളെ അയാൾ ഒരു 5 8 10 കിട്ടാൻ പോകുന്നു. ദാരിദ്ര്യം അന്നിപ്പോൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളെ തെക്കുമറമ്പ് പറഞ്ഞ കുത്തിച്ചാക്ക ജനുവരി കുത്തിച്ചാക്ക മെസ്സിയുണ്ട്. അയാള് മൂലപ്പറമ്പിൽ നിന്ന് മലപ്പുറത്തേക്ക് പഠിച്ചാൻ പോയിട്ട് നടന്നേ. തിന്നാണ് കുടിച്ചാലൊന്നുമില്ല. ചോറും ചായ കഞ്ഞോ കോഴിമുട്ട തേങ്ങ പുണ്ണൊക്കെ ഒന്നുമില്ല. ഞങ്ങൾ കുടിന്ന് വൈകുന്നേരം 4 മണിക്ക് ഇവിടെ ഒരാൾ ഒരു പാല് കാച്ചു. ആ പാല് കാച്ചിട്ട് ആ പാലിന് ഒരടുത്ത തള്ളക്കയിൽ ആയി പാർന്നു അത് കുടിച്ചു. അതിന് ഞങ്ങളെ പാത്രമായിട്ട് ഞങ്ങൾ വരണം. അല്ലെങ്കിൽ ചെറിയ ഗ്ലാസ്സോ ചിരട്ട എന്തെങ്കിലും ഇട്ട് അത് കുടിച്ചിക്കാണ്ടാണ് പിന്നെ വൈകുന്നേരം 4 മണിക്ക് പോകാറ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ, അന്നത്തെ അവസ്ഥ. പിന്നെ ഇപ്പം ഞങ്ങൾ പോയിട്ടുമ്പോൾ ഞങ്ങൾ വരും, പോയിട്ട് മാറ്റുമ്പോൾ പോയിട്ട് പോലും വരും. അങ്ങനെ ഒരു ഏഴാൾക്ക് പോയതായിട്ടൊക്കെയാണ് പോകും. ഞങ്ങൾ വിട്ടാൽ പിന്നെ ഉച്ചയ്ക്ക് വിട്ടാൽ പിന്നെ വന്നില്ലായിരുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവം, അന്നത്തെ സംഭവം. ചേക്കുട്ടി സാഹിബിന് ശേഷം കടമ്പോട്ട് മുഹമ്മദ് എന്ന ബാപ്പു ഹാജി ആയിരുന്നു മാനേജർ. ബാപ്പു ഹാജിയുടെ മരണശേഷം മകൻ മൂസ സാറാണ് മാനേജർ. പെരുമ്പള്ളി മൂസ മാസ്റ്റർ, പാലോളി മുഹമ്മദ് മാസ്റ്റർ, എ സുബ്രഹ്മണ്യൻ എംബ്രാന്തിരി മാസ്റ്റർ, CH അഹമ്മദ് മാസ്റ്റർ, TN വേലായുധൻ മാസ്റ്റർ, CP ശാന്തമ്മ ടീച്ചർ, TT മുഹമ്മദ് മാസ്റ്റർ എന്നിവർ പ്രധാനാധ്യാപകരായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇല്ലായ്മകളുടെയും നൊമ്പരങ്ങളുടെയും കാലഘട്ടത്തിൽ സധൈര്യം വിദ്യാലയത്തെ മാറോട് ചേർത്ത് മുന്നോട്ട് നയിച്ച മഹാരഥന്മാർ, ഒരു ജനതയെ അറിവിന്റെ വെളിച്ചം കൊണ്ട് ചേർത്ത് പിടിച്ച മഹാരഥന്മാരുടെ അർപ്പണബോധത്തിന്റെ നേർസാക്ഷ്യം ഇന്ന് നൂറ്റാണ്ട് പിന്നിടുന്നു. ഈ ആഘോഷവേളയിൽ ഇതിനെ നയിക്കാൻ ദൈവം താങ്കൾക്ക് അവസരം നൽകിയിരിക്കുന്നു. ഈ അവസരത്തെ എങ്ങനെ കാണുന്നു? നമ്മളൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. ദൈവം തന്നൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ ഈ അവസരത്തെ കാണുന്നത്. കാരണം നൂറ്റാണ്ട് പിന്നിടുന്ന ഈ വിദ്യാലയം 1926 മുണ്ടിയാട് എന്ന പ്രദേശത്ത് 3 ഊത്തുപള്ളി തുടങ്ങിയ അബ്ദുള്ളക്കുട്ടി മുസ്ലിയാരുടെ അന്നത്തെ ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം തുടങ്ങിയ ഊത്തുപള്ളി പിന്നീട് ബ്രിട്ടീഷ് സർക്കാർ എലിമെൻ്ററി സ്കൂളായി മാറ്റുകയും അതിലൊരു സ്കൂൾ മൂലപ്പറമ്പിലേക്ക് പോവുകയും ആ മൂലപ്പറമ്പിൽ നിന്നുള്ള സ്കൂളാണ് മറ്റൊരു TSI UP സ്കൂളായിട്ട് ഈ പാറമ്മൽ എന്ന പ്രദേശത്ത് തലയുയർത്തി നിൽക്കുന്നത്. ചേക്കുട്ടി സാഹിബ് എൻ്റെ പിതാമഹൻ ആയിട്ടുള്ള പിതാമഹൻ്റെ സഹോദരൻ ആയിട്ടുള്ള ഡിസ്ട്രിക്ട് ബോർഡ് മെമ്പറും പഴയ മറ്റത്ത് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന കടമ്പോട്ട് ചേക്കുട്ടി സാഹിബാണ് ഈ സ്ഥാപനം ഇവിടെ പാറമ്മൽ എന്ന പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ളത്. 1961 അദ്ദേഹം മരണപ്പെടുകയും പിന്നെ എൻ്റെ പിതാവായ കടമ്പോട്ട് ബാപ്പുവാജി അത് നടത്തിക്കൊണ്ടു പോവുകയും 1997 പിതാവ് മരണപ്പെട്ട ശേഷം ഞാനാണ് ആ കാര്യങ്ങൾ നിർവഹിച്ചു പോരുന്നതും അത് ഭംഗിയായിട്ട് നടത്തിപ്പോകുന്നത്. അത് ഈ 100 വർഷം പിന്നിടുമ്പോൾ അതിന് സാക്ഷ്യം വഹിക്കാൻ എനിക്ക് അവസരം തന്ന ദൈവത്തോട് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ അനുസരിച്ച് മാത്രമല്ല വരും കാലത്ത് ഒരു 100 വർഷം അപ്പുറത്തേക്കുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ സ്കൂളിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്ഡേഷൻ മാത്രമല്ല, ഒരു സൂപ്പർ അപ്ഡേഷനായിട്ടാണ് ഞങ്ങൾ ഈ വിദ്യാലയത്തെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. എല്ലാ വിഭാഗം ജനങ്ങളും, ഒരു വിദ്യാലയം എന്ന് പറയുമ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും ഉള്ള ഒരു വിദ്യാലയമാണ്. ഇത് ജനങ്ങളുടെ പൊതു സമ്പത്താണ്. ഈ സമ്പത്തിനെ തലമുറയ്ക്ക് കൈമാറി കൊടുക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഈ വിദ്യാലയത്തെ നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ എനിക്ക് ദൈവം ശക്തി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ആശംസകൾ നൽകുന്നു. മാറ്റത്തിന്റെ ശില്പി, ഈ പ്രതീക്ഷക്ക് ദിശ നൽകിയ ഒരു പേര് TT മുഹമ്മദ് മാസ്റ്റർ. ഈ സ്കൂളിലെ തന്നെ വിദ്യാർത്ഥിയും പിന്നീട് ഈ സ്കൂളിലെ തന്നെ കരുത്തും. 25 വർഷങ്ങൾ ഒരു വിദ്യാലയത്തെ ഒരു കുടുംബമാക്കി മാറ്റിയ ഒരു ഗുരുനാഥൻ അധ്യാപകരെ കൂട്ടിച്ചേർത്തും രക്ഷിതാക്കളെ കൈകോർത്തും വിദ്യാഭ്യാസം ഈ നാടിന്റെ സ്വപ്നമാക്കി. TT മാഷ് സ്കൂളിൽ നിന്നും പടിയിറങ്ങി ഇന്ന് ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായി അദ്ദേഹത്തിന്റെ സേവന പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. മാഷ് നമസ്കാരം. സ്കൂളിന്റെ 100ാം വാർഷികവുമായോടനുബന്ധിച്ച് ഒരു ഡോക്യുമെന്ററി നിർമ്മാണത്തിലാണ്. അല്പസമയം ഞങ്ങളോടൊപ്പം കൂടാമോ? തീർച്ചയായും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സാറിന്റെ റിട്ടയർമെന്റ് ചെയ്ത് എങ്ങനെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നു. 2020 റിട്ടയർ ചെയ്തത്. ഏപ്രിൽ 30 5 വർഷം കഴിഞ്ഞു. 6ാമത്തെ വർഷത്തിലേക്ക് കിടക്കുന്നു. ഉഷാറായിട്ട് പോകുന്നു. ഒരുപാട് കാലം സ്കൂളിന്റെ വിദ്യാർത്ഥിയായി, അധ്യാപകനായി, പ്രധാന അധ്യാപകനായി ചിലവഴിച്ചല്ലോ. വിദ്യാർത്ഥി കാലഘട്ടം സാർ എങ്ങനെയാണ് ഓർക്കുന്നത്?
1973 മുതൽ 76 വരെയാണ് നമ്മുടെ TSMP സ്കൂളിൽ ഞാൻ വിദ്യാർത്ഥിയായിട്ടുണ്ടായിരുന്നത്. 5, 6, 7 ക്ലാസ്സുകളിൽ. അത് ആ കാലഘട്ടത്തിൽ കുട്ടികളെ വളരെ കുറവാണ്, പഠനത്തിൽ താല്പര്യം കുറവാണ്, കുട്ടികളെ പഠിക്കാനും താല്പര്യം കുറവാണ്. പിന്നെ അധ്യാപകരൊക്കെ പുറമേയുള്ള അധ്യാപകരായിരുന്നു കൂടുതലുണ്ടായിരുന്നു, നാട്ടുകാരും ഉണ്ടായിരുന്നു. പക്ഷേ UP ക്ലാസ്സുകളിലൊക്കെ അധികം പുറത്തുനിന്നുള്ള അധ്യാപകരായിരുന്നു. കുറേ പേരൊക്കെ ഓർക്കുന്നുണ്ട്. ഗോപിനാഥ മാഷ്, രവി മാഷ്, മുരളി മാഷ്, അങ്ങനെ കുറേ പേരൊക്കെ ഓർമ്മയിലുണ്ട്. അഹമ്മദ് മാഷ്, CH അഹമ്മദ് മാഷായിരുന്നു അന്നത്തെ ഹെഡ് മാഷ്. അധ്യാപന കാലഘട്ടത്തിൽ മറക്കാനാവാത്ത ഓർമ്മകളും സ്കൂളിലെ ചരിത്രവും നേട്ടങ്ങളും പങ്കുവെക്കാമോ? 1988 ജൂലൈ 4-ാം തീയതിയാണ് ഞാൻ സർവീസിൽ കയറുന്നത്. 6 വർഷം അസിസ്റ്റൻ്റ് ടീച്ചറായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 1994 ജനുവരി 20-ാം തീയതി പ്രധാന അധ്യാപകനായി ജോലിയിൽ പ്രൊമോഷൻ ലഭിച്ചു. വളരെ സന്തോഷകരമായ ദിനങ്ങളാണ് സർവീസ് കാലഘട്ടം. അന്നൊക്കെ വളരെ മോശമാണ് സ്കൂളിൻ്റെ അവസ്ഥ. കുട്ടികളൊക്കെ വളരെ കള്ളിത്തുണി, പുള്ളിത്തുണി പോലെയുള്ള ഡ്രസ്സൊക്കെ ഇട്ടാണ് സ്കൂളിലൊക്കെ വരുന്നത്. പഠിക്കാനൊക്കെ താല്പര്യം കുറവാണ്. രക്ഷിതാക്കൾ സ്കൂളിൽ വരില്ല. അങ്ങനെ ആദ്യമായിട്ട് ഹെഡ് മാഷായതിനു ശേഷം PTA ജനറൽ ബോഡി വിളിച്ചു. അപ്പോൾ ജനറൽ ബോഡി സ്കൂൾ ദിവസം വിളിച്ച ആൾ കിട്ടില്ല. അതുകൊണ്ട് വെള്ളിയാഴ്ച സ്കൂളിന് അവധി ദിവസമാണ് ജനറൽ ബോഡി വിളിച്ചത്. അത് വിളിക്കുന്നതിന് മുമ്പായിട്ട് സ്കൂളിലെ മുഴുവൻ അധ്യാപകരെ സ്ക്വാഡുകളാക്കി തിരിച്ച് എല്ലാ വീടുകളിലും കയറി ക്ഷണിച്ചു. PTA ജനറൽ ബോഡി മീറ്റിങ്ങിൽ എത്താൻ വേണ്ടിയിട്ട്, എന്നാലേ ആൾക്കാർ വരുള്ളൂ. അങ്ങനെ വീട്ടിലൊക്കെ കയറി എല്ലാവരും ക്ഷണിച്ച് അങ്ങനെ നല്ല ആൾ അന്ന് ജനറൽ ബോഡിക്ക് വന്നു. അതിനുശേഷം നല്ലൊരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി പടിപടിയായിട്ട് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നാണ് നമ്മുടെ സ്കൂളിനെ. അങ്ങനെ യൂണിഫോമൊക്കെ തുടങ്ങിയത് അതിന് ശേഷമാണ്. അന്ന് ഒരു PTA-യുടേതായിട്ടൊരു നോട്ടീസ് ഇറക്കിയിരുന്നു ഞാൻ. ആ നോട്ടീസിലെ ഒരു ഐറ്റം എന്ന് പറഞ്ഞത് കള്ളിത്തുണിയും പുള്ളിത്തുണിയും എടുത്ത് സ്കൂളിൽ കുട്ടികളെ പറഞ്ഞയക്കരുതെന്നായിരുന്നു. ഇന്ന് കേട്ടാൽ ചിരി വരും. അതിനുശേഷം 2 വർഷം കഴിഞ്ഞ ശേഷമാണ് യൂണിഫോം തുടങ്ങിയത്. നമ്മൾ യൂണിഫോം തുടങ്ങുന്ന കാര്യം അറിയിച്ചപ്പോഴും രക്ഷിതാക്കൾ പറഞ്ഞ് എന്തിനാ യൂണിഫോമിൻ്റെ ആവശ്യം എന്താ, സ്കൂളിൽ കുട്ടികൾക്ക് അതിനായിട്ട് ഡ്രസ്സ് വേണമെന്നൊക്കെ പണ്ട് അന്ന് കുറച്ച് എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അതൊക്കെ മെല്ലെ മെല്ലെ മാറി 100% എല്ലാവരും യൂണിഫോമിലേക്ക് ആക്കിയുമ്പോൾ പുരോഗതിക്ക് ഒരു നാഴികക്കല്ലായി മാറിയ സംഭവമാണ് പ്ലാറ്റിനം ജൂബിലി ആഘോഷം. 1926 സ്കൂൾ സ്ഥാപിതമായത്. അങ്ങനെ 75 വർഷം പൂർത്തിയായ 2001 വളരെ വിപുലമായ ഒരു പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ നടത്തിയിട്ടുണ്ടായി. ആ വർഷം തന്നെ വേങ്ങര സബ് ജില്ലാ കലോത്സവം നമ്മുടെ സ്കൂളിൽ ചേർന്നു. അതൊരു ജനകീയമായ ഒരു വലിയൊരു ഉത്സവമായിട്ട് നടത്താൻ സാധിച്ചു. അത് ജനങ്ങളെ സ്കൂളിലേക്ക് അടുപ്പിക്കാൻ വളരെ സഹായമായി. അന്ന് പുലരുവോളം പരിപാടികളുണ്ടായിരുന്നു. പിറ്റേ ദിവസം നവോത്സവ പരിപാടിയായിരുന്നു. ലാസ്റ്റ് 8 മണിക്കാണ് പിറ്റേ ദിവസം ഉറങ്ങാതെ രാത്രി മുഴുവൻ പരിപാടികൾ അവതരിപ്പിച്ച് പിറ്റേ ദിവസം 8 മണിക്കാണ് അവസാനിക്കുന്നത്. അതുകൂടി നമ്മുടെ സ്കൂള് ഒരുപാട് പ്രസിദ്ധി നേടി. പിന്നെ കലോത്സവങ്ങളിലും ശാസ്ത്രമേളയിലൊക്കെ നമ്മൾ പങ്കെടുക്കും. അതിലൊക്കെ നമ്മൾ സമ്മാനങ്ങൾ വാരിക്കൂട്ടാൻ തുടങ്ങി. അപ്പോൾ സബ് ജില്ലയിൽ തന്നെ നമുക്കൊരു പ്രശസ്തി വന്നു തുടങ്ങി. പിന്നെ സബ് ജില്ലാ ശാസ്ത്രോത്സവം നമ്മൾ സ്കൂളിൽ നടത്തി. വിദ്യാരംഗം കലോത്സവം 2 പ്രാവശ്യം നടത്തി. ഗാന്ധി ദർശൻ പ്രോഗ്രാം നടത്തി. അങ്ങനെ എല്ലാ പരിപാടി സബ് ജില്ലയിൽ നടക്കുന്ന സ്പോർട്സ് അല്ലാത്ത നമ്മുടെ എല്ലാ പരിപാടികളും സ്കൂളിൽ നടത്തി. അതുകൊണ്ട് നമ്മുടെ സബ് ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന വിദ്യാലയമായി. കുട്ടികളുടെ പഠന നിലവാരം നമ്മൾ ഒരുപാട് പടിപടിയായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നു. ഇന്ന് വേങ്ങര സബ് ജില്ലയിൽ തന്നെ നമ്മൾ അറിയപ്പെടുന്ന ഒരു വിദ്യാലയമായിട്ട് നമ്മുടെ വട്ടത്തൂർ TSM സ്കൂൾ മാറിയിട്ടുണ്ട്. അതിന് ഒരുപാട് കാലത്തെ പരിശ്രമം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് അധ്യാപകരുടെ, രക്ഷിതാക്കളുടെ, കുട്ടികളുടെ, മാനേജ്മെൻറ്റിലൊക്കെ തീവ്രമായ പരിശ്രമം അതിന് പിന്നിലുണ്ട്. അങ്ങനെ എല്ലാവരും ഒത്തുപിടിച്ചപ്പോൾ നമ്മുടെ വിദ്യാലയം ഒരുപാട് മുൻപന്തിയിൽ വന്നിട്ടുണ്ട്. ഈ 100-ാം വാർഷികത്തിൽ നമ്മുടെ വിദ്യാലയം ഇന്ന് അറിയപ്പെടുന്ന ഒരു വിദ്യാലയമായി മാറിയിട്ടുണ്ട്. അതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. TSന് 1 മുതൽ 7 വരെ ക്ലാസ്സുകളിലായി 1200-ലധികം കുട്ടികൾ, 40 സമ്പൂർണ്ണ ഡിജിറ്റൽ ക്ലാസ് മുറികൾ, LP വിഭാഗത്തിനും UP വിഭാഗത്തിനും വ്യത്യസ്ത കമ്പ്യൂട്ടർ ലാബുകൾ, 50 അധ്യാപകരും ഒരു ഓഫീസ് അസിസ്റ്റന്റും ഹെഡ് മാസ്റ്റർ K. പ്രതാപ് ചന്ദ്രൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ സേവനമനുഷ്ഠിക്കുന്നു. 100 years ഓഫ് ഗ്ലോറി ജേണി, ആത്മനിർഭരമായ 100 വർഷങ്ങൾ. ഈ മഹാപ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ ഈ ചരിത്ര മുഹൂർത്തത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? അഭിമാനം, സന്തോഷം. ഒരു 100 വർഷം പിന്നിടുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ അമരക്കാരനായിരിക്കുക എന്നുള്ളത് ഒരു ചരിത്ര നിയോഗമാണ്. വളരെ അഭിമാനം നൽകുന്നതാണ്. 1993 ഞാൻ ഈ സ്ഥാപനത്തിലെ ഒരു അധ്യാപകനായി വരുന്നത്. അന്ന് ഇത്രയും ഗതാഗത സൗകര്യങ്ങളോ ഇത്ര ഭൗതിക സൗകര്യങ്ങളോ
അക്കാദമിക പുരോഗതി ഒന്നും ഇല്ലാത്തൊരു കാലത്താണ്, ധാരാളം കുട്ടികളുള്ളൊരു കാലം. കടലിടി പുഴയ്ക്ക് കുറുകെ തോണി കടന്നൊക്കെ നടന്നു വന്നിരുന്ന ഒരാളാണ് ഞാൻ. 33 വർഷമായി. അതിൽ ഇപ്പോൾ പ്രഥമാധ്യാപകനായിട്ട് 6 വർഷം പിന്നിടും. ഈ ഒരു കാലയളവിൻ്റെ ഉള്ളിൽ നിരവധി മാറ്റങ്ങൾ എനിക്ക് നോക്കിക്കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം, ഒരു യൂണിഫോം പോലും ഇല്ലാത്ത കുട്ടികളാണ് നമ്മുടെ സ്കൂളിൽ വന്നിരുന്നത്. രാവിലെ ഒരു 11 മണിയോടെയൊക്കെയാണ് സ്കൂളിലേക്ക് കുട്ടികൾ വരിക. അതിനൊരു സമയനിഷ്ഠ വരികയും കള്ളിത്തുണിയും ലുങ്കിയും ഒക്കെ ഉടുത്ത് സ്കൂളിലേക്ക് വന്നിരുന്ന കുട്ടികൾക്ക് ഒരു യൂണിഫോം ഏർപ്പെടുത്തുകയൊക്കെ ചെയ്ത് ഒരു നവോത്ഥാന കാലഘട്ടത്തിലേക്ക് നമ്മളിങ്ങനെ മാറുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ ഹെഡ് മാഷ് ടി മുഹമ്മദ് മാഷാണ് ഇതിനൊക്കെ മുൻകൈ എടുത്തത്. ഏറ്റവും ഗുണപരവും വളരെ വിപ്ലവകരവുമായ മാറ്റം സംഭവിച്ചിട്ടുള്ളത് 2020-ലാണ്. കോവിഡ് കാലം, കൊറോണ കാലം, ലോകം മുഴുവൻ അടഞ്ഞു കിടക്കുമ്പോൾ, ലോക്ക്ഡൗൺ ആയി കിടക്കുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജർ മൂസ കടമ്പോട്ട് അവർകള് നമ്മുടെ പഴയ പഴഞ്ചൻ കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു മാറ്റി ഇന്ന് കാണുന്ന ഈ മനോഹരമായ കെട്ടിടങ്ങളൊക്കെ പണിയാൻ മുൻകൈ എടുത്തു എന്നുള്ളതാണ്. ഭാഗ്യവശാൽ ആ കോവിഡ് കാലത്താണ് ഞാനും പ്രഥമാധ്യാപകനായി വരുന്നത്. എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ യാദൃച്ഛികമായി കടന്നു വരുന്ന ഒരാളാണ്. എന്നാൽ പോലും എൻ്റെ കാഴ്ചപ്പാടിൽ കുറെ അക്കാദമിക മാറ്റങ്ങൾ വരണമെന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി കുറെ പ്രോഗ്രാംസ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമാണ് നമ്മളെ ഈ TS എക്സലൻസ് സ്കോളർഷിപ്പ്. അതോടൊപ്പം തന്നെ എല്ലാ ക്ലാസ്സുകളിലും ക്ലാസ് റൂം ലൈബ്രറി. അതോടൊപ്പം അതിൻ്റെ ഭാഗമായി തന്നെ മാനേജര് നമ്മുടെ 40 ക്ലാസ് മുറികളിലും LED ടെലിവിഷൻ സ്ഥാപിച്ചുകൊണ്ട് നമ്മളെ ഓഡിയോ വിഷ്വൽ ക്ലാസ് റൂം ആക്കാൻ സഹകരിച്ചു എന്നുള്ളത് വലിയൊരു മാറ്റമാണ്. പിന്നെ ബിൽഡിങ്ങിന്റെ മാറ്റം, നമ്മുടെ മുറ്റത്തിന്റെ മാറ്റം, ഇന്റർലോക്ക് ചെയ്തുള്ള മാറ്റം, പിന്നെ അക്കാദമിക മാറ്റത്തിൽ ഇപ്പോൾ അതാ നമ്മുടെ അക്കാദമിക മാറ്റത്തിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുള്ളത് നമ്മുടെ മട്ടർഫ്. ഇതൊക്കെ വലിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള വലിയ മാറ്റമാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ പ്രൈമറി സ്കൂളുകളിൽ ആദ്യമായി IT ക്ലബ് ആരംഭിച്ചു. വ്യത്യസ്ത പ്രോഗ്രാമുകൾ കൊണ്ട് സമ്പന്നമാക്കി വ്യത്യസ്ത വിഷയങ്ങളെയും ദിനാചരണങ്ങളെയും ഉൾപ്പെടുത്തിയുള്ള ക്ലബ് അംഗങ്ങളുടെ വീഡിയോ അവതരണങ്ങൾ, സമൂഹത്തിലെ വ്യത്യസ്ത മേഖലയിലെ മഹത് വ്യക്തിത്വങ്ങളുമായുള്ള അഭിമുഖങ്ങൾ, വാല്യൂസ്, ടെക്നോളജി, പെർഫോമൻസ് എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി ടെക്നിക് ഓറിയന്റ് റെസിഡൻഷ്യൽ ക്യാമ്പുകൾ. ഉപജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച പ്രോഗ്രാമായി സാമൂഹ്യ ശിക്ഷ കേരളം ടെക്നിക് 2K25 തെരഞ്ഞെടുത്തത് ഈ ക്ലബിന്റെ പ്രവർത്തന നിലവാരത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്നു. ടാൽ റോപ്പ്, ടെക്കറ്റ് സ്കൂൾ എന്നീ പദ്ധതിയുള്ള ഉപജില്ലയിലെ ആദ്യ പ്രൈമറി സ്കൂൾ എന്നിവ സ്കൂളിന്റെ IT മികവ് അടയാളപ്പെടുത്തുന്നു. നമ്മുടെ സ്കൂളിൽ സേവന തൽപരരായ ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്. ഇതിൻ്റെ ഭാഗമായി മറ്റു വിഭാഗങ്ങളായ കബ്, ബുൾബുൾ, ബണ്ണീസ് എന്നിവയും സജീവമായി പ്രവർത്തിച്ചു പോരുന്നു. കുട്ടികളിൽ കരുണയും സേവന മനോഭാവവും വളർത്തുന്നതിന് വേണ്ടി ലോകാരോഗ്യ സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന JRC ജൂനിയർ റെഡ് ക്രോസ് സ്കൂൾ യൂണിറ്റ് നല്ല രൂപത്തിൽ നടന്നു വരുന്നു. കുട്ടികളിലെ കഴിവുകൾ ഉയർത്തുന്നതിനും ആത്മവിശ്വാസം വളർത്തുന്നതിനുമായ വിവിധ ഇനം പ്രവർത്തനങ്ങൾ യൂണിറ്റിന് കീഴിൽ നടന്നു വരുന്നു. കുട്ടികളിൽ സാമൂഹിക അവബോധം വളർത്തിയെടുക്കുന്നതിനായി ലിറ്റിൽ എക്സ്പ്ലോറർ പോലുള്ള അനവധി പ്രോഗ്രാമുകളുമായി സോഷ്യൽ സയൻസ് ക്ലബ്, ഇംഗ്ലീഷ് ഭാഷയിലെ താല്പര്യവും പദസമ്പത്തും വർദ്ധിപ്പിക്കുന്നതിനായി ഫൈറ്റർ ബി പോലെയുള്ള നിരവധി പ്രോഗ്രാമുകളുമായി ഇംഗ്ലീഷ് ക്ലബ്, ശാസ്ത്രരംഗങ്ങളിൽ കുട്ടികളുടെ കഴിവ് തെളിയിക്കുന്നതിനായി ലിറ്റിൽ സയന്റിസ്റ്റ് പോലെയുള്ള പ്രോഗ്രാമുകളും ശാസ്ത്രലോകത്തെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം വളർത്തിയെടുക്കുന്നതിനായി മറ്റ് അനവധി പരീക്ഷണങ്ങളും മോഡലുകളുമായി ശാസ്ത്ര ക്ലബ്, ഹിന്ദി ഭാഷാ നൈപുണ്യം വികസിപ്പിക്കുന്നതിനായി ജുഗ്നു പ്ലസ് സ്കോളർഷിപ്പ് പോലെയുള്ള മറ്റ് അനവധി പ്രോഗ്രാമുകളുമായി ഗുൽസാർ ഹിന്ദി ക്ലബ്, അറബി ഭാഷയുടെ നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിനും പദസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും പുതുവ പോലുള്ള നിരവധി പ്രോഗ്രാമുകളുമായി അറബി ക്ലബ്, ഉറുദു ഭാഷയുടെ നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിനും മതസമ്പത്ത് പോലുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും പ്യാരി ബോലി പോലുള്ള മറ്റ് അനവധി പ്രോഗ്രാമുകളോടൊപ്പം ഉറുദു ക്ലബ്, മലയാള ഭാഷയിൽ സർഗശേഷി വികസിപ്പിക്കുന്നതിനു വേണ്ടി ബഡ്ഡിംഗ് റൈറ്റേഴ്സ്, പദമധുരം പോലെയുള്ള ആകർഷകമായ പദ്ധതികളുമായി വിദ്യാരംഗം കലാസാഹിത്യം, പഠനത്തോടൊപ്പം കൃഷിയിലും മികവ് തെളിയിക്കാൻ ഫാമേഴ്സ് ക്ലബിന്റെ കീഴിൽ അടുക്കളത്തോട്ടം, പരിസ്ഥിതി സ്നേഹവും അവബോധവും വളർത്താൻ വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് പരിസ്ഥിതി ക്ലബ്ബ്, മത്സര പരീക്ഷകളിൽ പ്രത്യേകിച്ച് LSS USS പരീക്ഷകളിൽ കുട്ടികളെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ TS എക്സലൻസ്, മറ്റത്തൂരിൽ നിന്ന് ഒരു സിവിൽ സർവീസ് വിജയം എന്ന ലക്ഷ്യത്തോടൊപ്പം വിവിധ മത്സര പരീക്ഷകളിലേക്ക് കുട്ടികളെ സജ്ജമാക്കാൻ ടാലന്റ് ഹണ്ട്, വിന്തഗോൾ എന്നീ പദ്ധതികൾ, പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് കൈത്താങ്ങായി ജസ് പ്രഷർ, കുട്ടികളുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാനും മനക്കരുത്ത്
ഫിറ്റ്നസ് വർദ്ധിപ്പിക്കാനും ആവശ്യ സമയത്ത് പ്രതിരോധങ്ങളെ നേരിടാനുമായി കരാട്ടെ പരിശീലനം. കൂടെ പഠിക്കുന്ന കൂട്ടുകാരുടെ സങ്കടങ്ങൾ കൈകോർത്ത് നെഞ്ചോട് ചേർത്ത് വെക്കാൻ സുഹൃതം കാരുണ്യ പദ്ധതി. ഓരോ ക്ലാസ്സിലും ഒരു ലൈബ്രറി എന്ന ലക്ഷ്യത്തിൽ മുഴുവൻ ക്ലാസ് റൂമിലോ സാമൂഹ്യശാസ്ത്ര ലാബ് എന്ന ആശയത്തിൽ സാമൂഹ്യശാസ്ത്ര ലാബും ഈ വിദ്യാലയത്തിന്റെ സുവർണ നേട്ടങ്ങളാണ്. ഗണിത ചിന്തകൾ പ്രായോഗിക തലത്തിലും പ്രാവർത്തികമാക്കുവാൻ കുട്ടികളിൽ ഗണിത അഭിരുചി വളർത്തുവാൻ ലിറ്റിൽ ജീനിയസ് പോലുള്ള മറ്റ് അനവധി പ്രോഗ്രാമുകളുമായി ഗണിത ക്ലബ്. സ്കൂളിലെ എല്ലാ ആഘോഷങ്ങളും പരേഡുകളും കായികമേളകളും ഉണർവേകാൻ വാദ്യോപകരണങ്ങൾ കൊണ്ട് വർണ്ണം തീർക്കുന്ന സ്കൂൾ ബാൻഡ് ടീം. കുട്ടികളുടെ കായിക സ്വപ്നങ്ങൾക്ക് ചേർത്ത് നിൽക്കാനും മികച്ച താരങ്ങളെ വാർത്തെടുക്കുന്നതുമായി സ്പോർട്സ് ക്ലബിലേക്ക് പുതിയ തുടക്കവുമായി വേങ്ങര ഉപജില്ലയിൽ തന്നെ ആദ്യത്തെ മട്ടറ സുപ്രത ടൂർണമെന്റ് സ്റ്റേറ്റ് ലെവലിൽ ഒരേ ഒരു ഫുട്ബോൾ ടീമായതുൾപ്പെടെ സബ് ജില്ലയിലെ കബഡി, ക്രിക്കറ്റ്, ഫുട്ബോൾ, നീന്തൽ എന്നീ മത്സരങ്ങളിലും ഒട്ടനവധി നേട്ടങ്ങളുമായി മുഖമുദ്ര പതിപ്പിച്ചു. വിജയത്തിന്റെ നിമിഷങ്ങൾ, സമ്മാനങ്ങൾ, ട്രോഫികൾ, വേദികൾ, ശാസ്ത്രമേളകൾ, കലാമേളകൾ, കായിക വേദികൾ, വിജയത്തിന്റെ കാൽപ്പാടുകൾ. സംസ്ഥാനത്തിൽ തന്നെ ഏറ്റവും വലിയ ഉപജില്ലകളിൽ ഒന്നായ വേങ്ങര ഉപജില്ലയിലെ നമ്മുടെ അഭിമാന നേട്ടങ്ങൾ. ശാസ്ത്രമേളയിൽ LP UP തലങ്ങളിൽ ഓവറോൾ 1ാം സ്ഥാനവും IT മേളയിൽ ഓവറോൾ 3ാം സ്ഥാനവും നേടി TS ചരിത്ര വിജയം കരസ്ഥമാക്കി. മികവിന് ആദരം, പ്രയത്നത്തിന് സമ്മാനം. ഇതൊരു കെട്ടിടമല്ല, ഇതൊരു പുസ്തകവുമല്ല. ഇത് തോണിയിൽ വന്ന അധ്യാപകരുടെ വിയർപ്പ്, കഞ്ഞി പാത്രത്തിൽ നൽകിയ നാട്ടുകാരുടെ സ്നേഹം, അക്ഷരം പഠിച്ച കുട്ടികളുടെ ആദ്യത്തെ ചിരി. ഇത് ഈ നാടിന്റെ സ്പന്ദനം. 100 വർഷങ്ങൾ, 100,000 ജീവിതങ്ങൾ, എണ്ണമറ്റ സ്വപ്നങ്ങൾ. മറ്റത്തൂർ TSCM UP സ്കൂൾ ഇനിയും തലമുറകളെ അറിവിൻ്റെയും പ്രതീക്ഷയുടെയും വെളിച്ചത്തിലേക്ക് നയിക്കട്ടെ.